ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ചായക്കടി ഉണ്ടാക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 15 മിനിറ്റ് സമയം വേണ്ടി വരും ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്താൽ മതി. ഞാനിപ്പോൾ പാക്കറ്റ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ വറുത്ത് പൊടിച്ച പൊടിയായാലും കുഴപ്പമില്ല. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് മധുരം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാവുന്നതാണ്. ഒരുപാട് മധുരമുള്ളൊരു സ്നാക്കല്ല ഇത്. വളരെ ചെറിയൊരു മധുരത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ല എങ്കിൽ ഒരു 3-4 മണി ജീരകം നുള്ളിയിട്ടാലും മതി. എള്ള് ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാൻ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ നുള്ളി എടുക്കാൻ പറ്റുന്ന അത്രയും ജീരകം മതി, ഒരുപാടൊന്നും വേണ്ട. ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറു ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒന്നും അല്ല ചേർക്കുന്നത്, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർക്കണം. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. പൊടി മിക്സ് ആയിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. പല പൊടികൾക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ചില പൊടികൾക്ക് വളരെ കുറച്ച് വെള്ളം മതി. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ആദ്യം 1 കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെ ചേർത്ത് നോക്കി വേണം തയ്യാറാക്കിയെടുക്കാൻ. ഈ സ്നാക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ആസ്ഥാന ഗായകൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഒരു ആസ്ഥാന ചായപ്പലഹാരമാണ്. എപ്പോഴായാലും ഉമ്മച്ചിയോട് ഇന്ന് ഒന്നുമില്ലേ അമ്മച്ചി ചായക്ക് കഴിക്കാൻ എന്ന് ചോദിച്ചാൽ ഉടനെ അമ്മച്ചി പറയും, അമ്മായി പത്തിരി ഉണ്ടാക്കിയാലോ എന്ന് പറയും. അതാണ് ഈ അമ്മായി പത്തിരി. എനിക്കും എൻ്റെ അനിയത്തിക്കും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് ഇതാണേ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ ഏത് സ്നാക്കും. നമ്മുടെ മാവ് കുഴയ്ക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, 1 പിടി തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുമ്പോൾ മാവിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പത്തിരിക്കൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക അങ്ങനെയുള്ള ഒന്നുമില്ല. നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള ബോൾസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഒരു ചെറിയൊരു പത്തിരി ഷേപ്പിൽ കിട്ടും. ഇതിനെന്തുകൊണ്ടാണ് ഈ അമ്മായി പത്തിരി എന്ന് പേര് വന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇനി കുഞ്ഞ് പത്തിരികളായതുകൊണ്ടാണോ ഇനി അങ്ങനെ പേരിട്ടതെന്നും അറിയില്ല. എന്തായാലും ഉമ്മച്ചി സ്ഥിരമായിട്ടുണ്ടാക്കാറുണ്ട്. അത് കണ്ട് വളർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനും ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാക്കാറുണ്ട് ഈ സാധനം വീട്ടിൽ. ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം ഇങ്ങനെ അടുക്കളയിൽ നിറയും. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനും. ഒരുപാട് അങ്ങനെ ഫ്ലെയിം കുറച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിരിച്ചും മറച്ചുമൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളർ ആക്കേണ്ട, നല്ലൊരു കളറിൽ ഫ്രൈ ചെയ്ത് കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടൻ ചായയുടെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് മധുരമൊന്നുമില്ല, ചെറിയൊരു മധുരത്തിൽ നല്ല സ്നാക്കാണ് കഴിക്കാൻ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ എത്ര പേര് ഈ സ്നാക്ക് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണേ. ഈ പേര് കേട്ടിട്ടുണ്ടോ എന്നുമൊക്കെ പറയാം. ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ കേട്ടോ. ഒരുപാടങ്ങ് നമ്മൾ ബ്രൗൺ ആക്കില്ല. നമുക്ക് കുറേശ്ശെയായിട്ട് കോരി എടുക്കാവുന്നതാണ്. കോരി എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ ചൂടൊന്ന് കുറയണമല്ലോ, എന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. എന്നാലും ചൂടോടുകൂടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.